ഭീകരരെ കൈമാറിയാൽ മാത്രം പാകിസ്ഥാനുമായി ചർച്ചയെന്ന് വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഭീകരതയും ചർച്ചയും ഒരുമിച്ചുണ്ടാകില്ല. അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിദേശകാര്യ മന്ത്രാലയം ഇന്നും ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭീകരരെ കൈമാറിയാൽ മാത്രം പാകിസ്ഥാനുമായി ചർച്ച എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്? രോഹിണി, ഭീകരതയ്ക്കും പാകിസ്ഥാനുമെതിരെയുള്ള ഭാരതത്തിന്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഇന്ന് ഇപ്പോൾ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളിന്റെ പ്രതികരണത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് മുൻപോട്ട് കൊണ്ടുപോകാനാകില്ല. അതുകൊണ്ട് എന്ന് പാകിസ്ഥാൻ ഭീകരതയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നുവോ അന്ന് മാത്രമേ പാകിസ്ഥാനുമായി ഇനി ഉഭയകക്ഷി ചർച്ച സാധ്യമാകൂ എന്ന ഉറച്ച തീരുമാനമാണ് ഭാരതത്തിന്റെ ഭരണ നേതൃത്വത്തിന്റെ, രാജ്യത്തിന്റെ മുഴുവൻ ഉറച്ച തീരുമാനമാണ് ഇന്നിപ്പോൾ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി ചർച്ച സാധ്യമാകണമെങ്കിൽ ഭാരതം ആവശ്യപ്പെട്ടിട്ടുള്ള ഭീകരരെ കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറാകണം. വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിരവധി ഭീകരരുടെ പട്ടിക പാകിസ്ഥാന് മുൻപിൽ ഭാരതം കൈമാറിയിട്ടുണ്ട്. അതിൽ ഭാരതത്തിൽ നിരവധി ഭീകരാക്രമണങ്ങൾ മുൻപ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഭീകരർ, ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും എല്ലാം പ്രധാനപ്പെട്ട ഭീകരരുടെ പട്ടിക, പേര് വിവരങ്ങളൊപ്പം ഭാരതത്തിൽ നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, അതിൻ്റെ ഗൂഢാലോചന എന്നിവ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പാകിസ്ഥാന് കൈമാറിയിട്ടുള്ളതാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ആ ഭീകരരെ കൈമാറാൻ തയ്യാറാകണം. എങ്കിൽ മാത്രം ചർച്ചയെക്കുറിച്ച് ആലോചിക്കാൻ സാധിക്കും. ജമ്മു കാശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള ഭൂമി ഒഴിഞ്ഞു മാറിക്കൊണ്ട് അത് വിട്ടു നൽകിക്കൊണ്ടാകണം ചർച്ചയ്ക്ക് തയ്യാറാകേണ്ടത്. അതിന് ഭാരതം ചർച്ചയ്ക്ക് തയ്യാറാണ്. അതായത് ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീർ ഒഴിഞ്ഞുകൊണ്ട് അത് ഭാരതത്തിന് വിട്ടു നൽകിയതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളതാണ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് നേരത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവരും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇനി പാകിസ്ഥാനുമായി ചർച്ചയുണ്ടെങ്കിൽ അതൊന്ന് ഭീകരത അവസാനിപ്പിക്കുന്നതിനും രണ്ട് പാക് അധിനിവേശ ജമ്മു കാശ്മീർ വിട്ടു നൽകുന്നതിനും വേണ്ടിയായിരിക്കണം എന്ന വളരെ കൃത്യമായ നിലപാട് നേരത്തെ വിദേശകാര്യമന്ത്രിയും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയിരുന്നു. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ചെയ്തിട്ടുള്ളത്. കൂടാതെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇന്ന് രൺധീർ ജയ്സ്വാൾ ഒരിക്കൽ കൂടി പറയുകയുണ്ടായി. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുക്കാനാകില്ല. അതുകൊണ്ട് എന്ന് ഭീകരതയ്ക്കുള്ള പിന്തുണ പൂർണ്ണമായും പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നുവോ അന്ന് മാത്രമേ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അത് മാറ്റണമോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചന പോലും നടത്തൂ എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ പാകിസ്ഥാനെതിരെ ഭീകരതയ്ക്കുമെതിരെയുള്ള ഭാരതത്തിന്റെ നിലപാടാണ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ പാകിസ്ഥാനുമായുള്ള പ്രശ്നം ഏത് രീതിയിൽ നേരിടണം, അതിനെ ഏത് രീതിയിൽ പരിഹരിക്കണം, ഏത് രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന വ്യക്തമായ നിലപാട് ഭാരതത്തിനുണ്ട്. അതിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന കാര്യം കൂടി ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ നിലവിൽ ഭാരതം വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന പ്രതിനിധി സംഘത്തെക്കുറിച്ചും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. 7 സംഘങ്ങളാണ് രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ 3 സംഘങ്ങൾ യാത്ര തിരിച്ചു കഴിഞ്ഞു. ഒന്ന്, പാകിസ്ഥാൻ ഭീകരതയ്ക്ക് നൽകുന്ന പിന്തുണ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുക, ഒപ്പം ഭീകരതയ്ക്കെതിരെ ലോകം മുഴുവൻ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത, സന്ദേശം ലോകരാഷ്ട്രങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഭാരതത്തിൻ്റെ പ്രതിനിധി സംഘം വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്നത്. ആ പര്യടനത്തിലുടനീളം ഭീകരതയ്ക്കെതിരെ ലോകം ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയർത്തിപ്പിടിക്കും എന്ന കാര്യം കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പാകിസ്ഥാനുമായി നിലവിലുള്ള പ്രശ്നത്തിൽ വളരെ കൃത്യമായ നിലപാട് ഭാരതം സ്വീകരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള നയതന്ത്ര തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ചകളാണെങ്കിലും അതൊന്നും സാധ്യമല്ല എന്നുവരെ, ഭീകരതയെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നതുവരെ, അല്ലെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിട്ടുള്ള ജമ്മു കാശ്മീരിലെ ഭൂപ്രദേശം, പാകിസ്ഥാൻ അധിനിവേശ ഭൂപ്രദേശം വിട്ടു നൽകുന്നതുവരെ ഇനി പാകിസ്ഥാനുമായി ഒരു തരത്തിലുമുള്ള ചർച്ചയില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് വ്യക്തമാക്കുകയാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയം ചെയ്തിട്ടുള്ളത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.